ചേട്ടനിനി വന്നില്ലെങ്കിലോ? പേടിക്കണ്ട, വന്നില്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്താ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടി കടന്നു പിടിക്കലടാ. പുറമ്പോക്കാണെന്ന് കരുതി തന്നെയാ. ആവശ്യം കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന് തള്ളിയെന്നാ കരുതി. പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ടാവും അടിച്ച് കോൺ തട്ടാൻ പോയതാ. പാമ്പ അതാ ഇത്ര ശൗര്യം. എന്നെ വഴിയരികിൽ ഉപേക്ഷിച്ച് ബാറിലേക്ക് പോകാൻ സുഖേട്ടന് എങ്ങനെ തോന്നി? അതുകൊണ്ടിപ്പോ എന്താ, തന്റെ ബാക്കിയുള്ള ചായത്തിനും കൂടി നഷ്ടമായോ? അതെ, ഞാൻ ചിലപ്പോ ഇങ്ങനെയാ, പരാതി ഉണ്ടേ തനിക്ക് ഒഴിഞ്ഞു പോവാം. എന്നാലും ഇത്രയ്ക്ക് പാടില്ല സുഖേട്ട, എന്നെ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട്. കൂടുതൽ വായിട്ടലക്കണ്ട. ഈ സമയത്ത് എത്രയോ സ്ത്രീകൾ തനിച്ച് ബസ് സ്റ്റാപ്പിൽ വന്ന് നിൽക്കുന്നു. അവരോടൊക്കെ ആണുങ്ങൾ അപമര്യാദ പെരുമാറുന്നില്ലല്ലോ. അപ്പൊ പെശക് പാർട്ടീസിനെ കണ്ട അവർക്ക് തിരിച്ചറിയാം. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. തല മുതൽ പാദം വരെ പരിശുദ്ധിയായിട്ട് നടക്കല്ലേ. പിന്നെ എങ്ങനെയാ ആണുങ്ങൾ കണ്ടേച്ചങ്ങ് പോകുന്നു? സുഖേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ബോധമില്ലാതെ അവരൊന്നും പറയരുത്. പറഞ്ഞു തുടങ്ങിയ ഞാനാണ് അവിടെ. കണ്ണീർ ഒളിപ്പിച്ചോണ്ട് നീയല്ലേ തുടങ്ങിയത്? ശരി, ഞാൻ നിർത്തി. നിർത്തിയതൊക്കെ കൊള്ളാം. ഇതൊക്കെ കൊണ്ടുപോയി വീട്ടുകാരുടെ മുമ്പിൽ വിളമ്പിയാക്കരുത്. വിളമ്പിയാ ഞാനും ചിലതൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. വേറെ ഓടെ കാര്യം കാണിക്കണ്ട. പിന്നെ അതിന് കാരണം പറയാൻ നിൽക്കേണ്ടി വരും. എന്നാൽ ഇത്ര തിരക്കിട്ട് വീട്ടിലേക്ക് പോയിട്ട് രാത്രി തന്നെ മടങ്ങി വരാൻ കാരണം എന്താ മോളെ? കാരണം എന്താന്ന് അളിയും പറഞ്ഞില്ലേ? അതിവിടെ പറഞ്ഞില്ല. എന്താ പറയണോ? നോക്കട്ടെ, പറയാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. ഭദ്രൻ എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ അളിയനറിയാം അമ്മായി, ഇല്ല അളിയ? ഏട്ടത്തിയുടെ മുഖം എന്താ വല്ലാതെ? അത് മോള് പോയി ചേട്ടത്തിയോട് തന്നെ ചോദിക്കല്ലേ. അപ്പോഴേ അളിയാ, അമ്മായിയപ്പനെ കാണാൻ പോയിട്ട് എന്തായി? കാര്യം നടന്നോ?
ഇത് ചെക്കാണോ? മാറുന്ന തന്നെ. എല്ലാവരും അളിയനെ പോലെയല്ലോ, അതുകൊണ്ട് മാറും. ആ എന്താ അളിയത്? ഞാൻ ആവശ്യപ്പെട്ട ഒരു ചെറിയ എമൗണ്ടാ, വെറും 50,000 ഉലുവ. റെഡി ക്യാഷോ കിട്ടിയില്ല, അത് പോട്ട്. എന്നാൽ ചെക്കായിട്ട് തന്നപ്പോ 50,000 രൂപ തികച്ചേരാത്ത എന്താ? 50-ന് 10-ന്റെ കുറവല്ലേ ഉള്ളൂ. ആ കുറവ് അങ്ങ് സഹിക്കാവുന്നേ ഉള്ളൂ. ആ തൽക്കാലം സഹിക്കാം. പിന്നെ അടുത്ത ഗഡു എപ്പോഴാണ് കിട്ടുന്നത്? ഉടനെ തരാം. ഉടനെ ഉടനെ എന്നുള്ളത് അളിയൻ്റെ സ്ഥിരം പല്ലവിയാ, അത് മനസ്സിരിക്കട്ടെ. ഇനി അതൊന്നും നടക്കില്ല അളിയാ. ഞാനൊരു ഡേറ്റ് പറയും, അന്ന് എനിക്ക് പണം കിട്ടണം. ദേ, ആളെ ഒരുമാതിരി മനുഷ്യനെ വട്ടളക്കരുത്. ഞാനിവിടെ കടം കയറി സ്ഥലകാലം മുതലാതെ തെക്ക് വടക്ക് നടക്കുക. കല്യാണം കഴിഞ്ഞ കടം വീട്ടാന്ന് നീ എന്തിനാ കണ്ണി കണ്ടവർക്കൊക്കെ വാക്കു കൊടുക്കാൻ പോയത്? കൊടുത്തില്ലായിരുന്നെങ്കിലേ വീട്ടുപടിക്കൽ വന്ന് കൊലവിളി നടത്തുന്ന കടക്കാരെ തിരിച്ചു പോവായിരുന്നോ? ആ എന്നാ പിന്നെ കൊടുത്ത വാക്ക് പാലിക്കാൻ നോക്ക്. വെറുതെ വീട്ടിലുള്ളവരുടെ മേക്കിട്ട് കയറാൻ വരാതെ. ഓരോരുത്തരെ പറച്ചിലേട്ടാ തോന്നും ഞാൻ എന്റെ സുഖത്തിന് വേണ്ടിയാ ഓരോന്ന് ചെയ്തു കൂട്ടിയതെന്ന്. ചിട്ടിക്കമ്പനി തുടങ്ങിയതെന്ന് കടം വാങ്ങിയതൊക്കെ നിങ്ങൾക്കും കൂടിയാ. എന്ന് വെച്ച ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മയ്ക്കും മക്കൾക്കും ചിലവല്ലല്ലോ. ഇങ്ങനെ മല പോലെ കിടക്കല്ലേ. എല്ലാം കഴിഞ്ഞപ്പോ കടം വാങ്ങി ചെലവാക്കിയ പണത്തിന് കണക്കില്ല. എന്നിട്ട് ഞാൻ ചീട്ട് കളിച്ചും മദ്യവെച്ചും ചെലവാക്കിയെന്നൊരു പേരും. വലിക്കാനൊരു വണ്ടിക്കാളെ കിട്ടിയാ പരമാവധി വലിച്ചോണം, താളന്ന് വീഴുന്നവരെ. തലേണ മന്ത്രം ശരി കേൾക്കുന്നുണ്ട്. വീട്ടിൽ പോയി പണം വാങ്ങിയപ്പോ ഭാര്യയ്ക്ക് നൊന്തു. അവള് ഭർത്താവിനെ നന്നായി ഉപദേശിക്കുന്നുണ്ട്. അതിന്റെ ചാട്ടായി കണ്ടത്. ചാടിയാൽ ഏതുവരെ ചാടാനാ? എടി നീ ഇതെന്തോ കാഴ്ച കാണാൻ നിൽക്കുന്നത്? ഒരുത്തി അകത്തിരുന്ന് പഠിക്കുന്ന കണ്ടില്ലേ? നീ പോയിരുന്ന് പഠിക്ക്. പഠിച്ച് നല്ല ജോലി വല്ലതും സമ്പാദിച്ചാ നിന്നെയൊക്കെ കെട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും കോന്തം വരും. ഇല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ഇങ്ങനെ അടയിരിക്കാം. എന്ന് വെച്ചാ കയറി വരുന്നവന്മാർ 1-2 അല്ലല്ലോ ചോദിക്കുന്നത്, ലക്ഷങ്ങളല്ലേ, ലക്ഷങ്ങള്. അതെ, ലക്ഷങ്ങൾ ചോദിച്ചോണ്ട് വരുന്ന കോന്നനോട് എന്നെ അയക്കണ്ട, തീർന്നില്ലേ കാര്യം? നിങ്ങൾക്കൊരു പെങ്കൊച്ചാണല്ലോ, പേടിക്കണ്ട, അനുഭവിച്ചോളൂ. അല്ലേ, അതിന് പെണ്ണുമ്പളെന്തിനാ എന്നെ എങ്ങനെ നോക്കിട്ട് പോകുന്നത്? എടി, എനിക്ക് മോളുണ്ടെങ്കിൽ ഞാൻ അവളെ അന്തസ്സായിട്ട് കെട്ടിച്ചയക്കും. ഇതൊരുമാതിരി പെണ്ണ് കാണാൻ വരുമ്പോൾ നാണോ മാനോ ഇല്ലാതെ അത് തരാ ഇത് തരാന്നങ്ങ് പറയും. കല്യാണം കഴിഞ്ഞാലോ നിന്നെപ്പോലൊരു വീപ്പക്കുറ്റിയും തോളിലെടുത്ത് തെക്ക് വടക്ക് ഗോവിന്ദ. അല്ല ഭദ്രേട്ടാ, അളിയനാണാണെങ്കി ഇന്ന് പണം തരുമെന്ന് ഭദ്രേട്ടൻ പറഞ്ഞപ്പോ എനിക്കതങ്ങോട്ട് വിശ്വാസം വന്നില്ല. ഇപ്പതേ പറഞ്ഞ പോലെ പണം കൈ കിട്ടുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് സുഖൻ എന്താ ഇങ്ങനൊരു മാറ്റം? അതാടി നിന്റെ ഭദ്രേട്ടൻ. മാറാത്ത പാറയെ മാറ്റാൻ എനിക്ക് നല്ല മിടുക്ക. ഏറെ താമസിക്കാതെ ബാക്കി തുക എന്റെ കാൽക്കൽ വെച്ച് അളിയൻ തല കുനിക്കും കേട്ടാ. ഹലോ, പാച്ചാൻ പോവായിരിക്കും. അതെ, അമ്മ പറഞ്ഞോലെ നല്ലപോലെ പഠിച്ചാ മോക്ക് കൊള്ളാം കേട്ടാ. എടി 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 മോളെ, ആ പൂതന വലത് കാലി വെച്ച് കയറിയതിന് ശേഷം പഴയതുപോലെ സുഖുവിന്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ പറ്റാനാ? അവരെപ്പോഴും ആ മുറി തന്നെ കഥകരച്ചിരിപ്പല്ലേ. മുമ്പൊക്കെ സുഖമായിട്ട് മദ്യപിച്ച് ലക്കായിട്ട് വന്നു കഴിഞ്ഞാ പോക്കറ്റിൽ എത്രയാണെന്ന് ഏട്ടന് എന്നെ അറിയില്ലായിരുന്നല്ലോ. ആവശ്യമുള്ളത് എടുത്തു മാറ്റുകയും ചെയ്യായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? കണക്കൊക്കെ കൃത്യമായിട്ട് നോക്കാൻ ആളെത്തിയില്ലേ? അവള് നമ്മള് വിചാരിച്ച പോലെ അത്ര പാവൊന്നുമല്ല. ഏതായാലും നീ വാ. സുഖുവിന് മദ്യം മണക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നപാടെ കിടന്നു കാണും. അവളുടെ കണ്ണു വെട്ടിച്ച് എന്തെങ്കിലും കടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കുഴപ്പാവോ? എന്തോന്ന് കുഴപ്പം? ഉറക്കം എണിക്കുമ്പോ സുഖു ചോദിച്ചാലും മോഷണത്തിന്റെ ഉത്തരവാദിത്തം അവളുടെ തലയിൽ കെട്ടിവെക്കാം. ഇനിയിപ്പോ ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരാളായല്ലോ. നീ വാ, വാടി. മോഷ്ടിക്ക് നിനക്കല്ലേ നല്ല വശം. ചെല്ല്, ചെല്ലടി.
ബാബാ എത്രയുണ്ടടി? 300. 300 ഉള്ളോ? ആ ഉള്ളതാവട്ടെ. നീ അതിൽ നിന്നൊരു 200. അയ്യടാ 200 നല്ല മിടുക്കാണല്ലോ. എടീ കുട്ടികളും കുടുംബക്കുള്ളത് എനിക്കല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് പണം കൈവച്ച വഷളായി പോവും. കല്യാണം കഴിച്ചൊരു പണം കൈവച്ചാലും വഷളായിപ്പോ. മനുഷ്യരായി ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ലേ ചേച്ചി? സുഖുവേട്ടൻ ഇപ്പൊ ഒരു ചെക്കങ്ങ് വന്നല്ലേ ഉള്ളൂ 40,000-ന്റെ. അതിലെന്താടി കാര്യം? അത് അങ്ങേരുടെ മുതലല്ലേ. എനിക്ക് അതിൽ നിന്നൊരു ചില്ലി കാശ് തരില്ല. ചേച്ചിയുടെ വട്ടച്ചെലവ് നടക്കണ്ടേടി. ആ അതിനിത് വെച്ചോ. 100 രൂപയോ? ബാക്കി 200 ഞാൻ എടുക്കും. ദേ ഒരുമാതിരി വൃത്തിയോട് കാണിച്ചാ മൂന്നൊക്കെ ഒരു കുത്തു വെച്ചിരുന്നു ഞാൻ. ഒരു 100 രൂപയും കൂടെ തന്നെ. തരില്ല. തരില്ലേ നീ? തരില്ല. ഇങ്ങോട്ട് താടി. കയ്യിൽ നിന്ന് മേടിക്കാൻ എനിക്കറിയാം. തരില്ലാന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് താടി. പറഞ്ഞേ ആ അമ്പടി കള്ളി, ഇത് എവിടെ നടി? ഇങ്ങ് തരാനാ പറഞ്ഞേ. ഞാൻ ആഹാ. കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതാ. തരില്ല. ഇങ്ങ് ഇത് തരാനല്ലേ എവിടെ ചേച്ചി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ? നോക്കട്ടെ. ഇല്ല ചേച്ചി, അതിങ്ങ് താ ചേച്ചി. ഇവിടെ എന്താ താഴെയല്ലേ ചേച്ചി ഇത്? പറഞ്ഞത്? താ. നിന്നോട് എന്റെ മോഷ്ടിക്കാൻ പൈസ ഞാനല്ലേ തരാൻ. പറഞ്ഞത്? എന്റെ എന്താ പൈസ മതി. എന്താടി ഇവിടെ ഒരു ബഹളം? എന്താ സുശീല ഇവിടെ? ഒന്നുമില്ല ഏട്ടാ. ഓ പിന്നെ വെറുതെ ബഹളം ഉണ്ടാക്കി കളിക്കാ? ഇവള് പറയാ ഇങ്ങനെ പോയാ ഭദ്രേട്ടൻ 1 വർഷത്തിനകം മുഴുവൻ കഷണ്ടിയാവൂന്ന്. പിന്നെ ഞാൻ സഹിക്കോ? തോന്നിയാസം പറയുന്ന ആരടി കഷണ്ടി? അയ്യോ അവള് കുട്ടിയല്ലേ ഏട്ടാ. ആരടി കഷണ്ടി? വാ വേണ്ടാന്ന്. അമ്മതിച്ചിന് കൂടുന്നല്ലാതിനും. ഓ നീ എന്തിനാടി അവളുടെ ഭർത്താവിനെ കളിയാക്കുന്നത്? ഞാനിങ്ങ് കളിയാക്കിയില്ല. എപ്പോഴും ലോകിയായിട്ടിരിക്കുകയും ചെയ്യും, അതിന്റെ ഇടയിൽ തമ്മിൽ അടിക്കുകയും ചെയ്യും. ഓ എന്തൊരു സ്വഭാവം ഇതുങ്ങളുടെ. അമ്മേ, ആ മാല തിരികെ വാങ്ങാൻ പോകുന്നില്ലേ? ഓ ഇനി മരുമോൾക്കും തുടങ്ങിയോ? എന്റെ കൊച്ചെ, മാല അവിടെ ആരും പുഴുങ്ങി തിന്നത്തൊന്നുമില്ല. അതുകൊണ്ടല്ല ഞാൻ. മനസ്സിലായി. ദേ നാളെ രാവിലെ തന്നെ ഞാനത് തിരിച്ചേൽപ്പിച്ചേക്കാം. പോരെ? മാല കിട്ടിയോ അമ്മേ? പിന്നെ കിട്ടാതെ? കണ്ട അത് തന്നെയാണെന്ന് തോന്നുമല്ലോ. എനിക്ക് തോന്നി. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. ആ ഇനി മാല കിട്ടിയില്ല എന്നുള്ള പരാതി ഇന്നത്തോടെ നിർത്തിക്കോണം. ദേ വാങ്ങിയ സാധനം അതുപോലെ തന്നെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ പറയണം, പിന്നെ പരാതി പറയരുത്. എനിക്കൊരു പരാതിയില്ല. ആ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. ദേ ഇതോടെ മോളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കടം വാങ്ങുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തുക. വാങ്ങിക്കഴിഞ്ഞാ പിന്നെ മോള് മനുഷ്യന്റെ തറയിലും തട്ടയിലും നിർത്തില്ലല്ലോ. അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞങ്ങളും സ്വർണം ഒരുപാട് കണ്ടതാ മോളെ. സമയദോഷം കൊണ്ട് ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് കരുതി ആത്മാഭിമാനം വിറ്റ് തിന്നാറില്ല. 5 പവന്റെ ഒരു മാല 2 ദിവസം കാണാതായപ്പോഴത്തേക്കും ഒന്നും പറയണ്ട. വാടി. ഒറിജിനൽ എന്തി നോക്കട്ടെ. ഇതാ നിന്റെ കല്യാണത്തിന് 5 പവനെങ്കിലും ആയല്ലോ എന്നുള്ള അസ്വസ്ഥല ഞാനിപ്പോ. കല്യാണം വരെ ഇതിങ്ങനെ പൂട്ടി വെക്കണമല്ലോ അമ്മേ. ഇത് കഴുത്തിലിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൊതിയാവണു. പിന്നെന്താ ഒരു താമസം? അണിഞ്ഞോണ്ട് ഇറങ്ങടി. അതോടെ നിന്റെ സകല കൊതിയും തീരും. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടി ഓരോന്ന് നേടിയെടുക്കുമ്പോ അവൾ ഉള്ളതുകൂടെ കളയാനുള്ള പുറപ്പാടാ. എത്രയും പെട്ടെന്ന് ഇത് മാറ്റി വേറൊരു മോഡലാക്കണം. ഇതുപോലെ സ്വന്താക്കാൻ കഴിയുന്നത് മുഴുവൻ സ്വന്താക്കണം. ഇനി എത്ര നല്ല ആഭരണങ്ങളാണ് അവരുടെ കസ്റ്റഡിയിലുള്ളതെന്ന് അറിയോ? കൂടുതൽ അത്യാഗ്രഹം കാണിച്ച അവസാനം ഒന്നും ഇല്ലാതാവുകയെ. തരവും തഞ്ചവും നോക്കി വേണം ഓരോന്നും ചെയ്യാൻ. ചെയ്യുമ്പോ ഇതുപോലെ ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞ പോലെ പരിചയസമ്പന്നർക്കല്ലേ ഇതേക്കുറിച്ച് വളരെ കൂടുതൽ വിശദമായിട്ട് പറയാനൊക്കൂ. ഒന്ന് പൊടി അവിടുന്ന്. ഇതാരാ ഈ ബല്ല് കളിക്കുന്നത്? അവനെ ഇന്ന് ഞാൻ രാവിലെ എന്താ നിർത്തിയ പറ.
ഞങ്ങൾക്കൊക്കെ വാക്ക് തന്നിട്ടേ അകത്ത് കയറി കഥകടച്ച് സുഖമായിട്ടിരുന്ന് ഉറങ്ങുക അല്ലേ? പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ വാക്ക് മാറ്റാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞപ്പോ ശരി കിട്ടിയെന്നാണല്ലോ അറിഞ്ഞത്. പിന്നെന്താ പണം തരാൻ ഇത്ര ബുദ്ധിമുട്ട്? ദേ 2 ദിവസത്തിനുള്ളിൽ തന്നെ തരാനുള്ള പണം ഞാൻ തരാം. ഓ, അപ്പൊ വീണ്ടും അവധി പറയാണല്ലേ? അല്ല സുധാകര, 1-2 സ്ഥലത്തും കൂടി പണം മറിക്കാനുണ്ട്. അത് കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഞാനങ്ങ് വീട്ടിലെത്തിച്ചേക്കാം. അയ്യോ വേണ്ട ചേട്ടൻ, അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോളാം. ചേട്ടൻ തരാനുള്ളത് തന്നാ മതി. പുതുപ്പെണ്ണ് ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല കേട്ടോ കൊച്ചേ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് വെച്ചാ ചിട്ടി കമ്പനിന്നും പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങി അമ്മയും മക്കളും നന്നായി അങ്ങ് സുഖിച്ചു. ഇപ്പൊ ഞങ്ങളുടെ പണത്തിന് ഒരു നീക്കുപോക്കുമില്ല. അതുകൊണ്ട് പിന്നെ കൊച്ചെങ്കിലും സഹായിച്ച് ഞങ്ങളുടെ പണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. അഭിമാനികളല്ലേ, ചിലപ്പോ ഒന്നും പറഞ്ഞു കാണത്തില്ല. അല്ല, ഭാര്യയുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ബാക്കി ഷെൽഫിലും കാണും. കൊണ്ടുപോയി വിറ്റിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് താസുമാരാ. അതിന് ഭാര്യയുടെ മുതലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഭാര്യ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്ക്. ബന്ധുക്കളും നാട്ടുകാരും അറിയാതെ നടത്തിയ കല്യാണമല്ലേ, അതിലും എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവും. അപ്പോഴേ സുമാരാ, തിരുവോണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങളെ പണം കിട്ടിയില്ലെങ്കിൽ പുതിയ പെണ്ണിന്റെ ഒപ്പം വരുന്ന് നീയും നിന്റെ വീട്ടുകാരും തിരുവോണം ഉണ്ണത്തില്ല. ഉണ്ണിക്കില്ല ഞങ്ങള്. വാ. ഏട്ടത്തിക്ക് എന്ത് തോന്നി കാണുമെന്തോ. എന്ത് തോന്നിയാലെന്താ, സംഭവിക്കാനുള്ള സംഭവിച്ചില്ലേ. കല്യാണം കഴിഞ്ഞാ ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്ന അവൻ പറഞ്ഞതല്ലേ. ഇനി അവനെന്താ തീരുമാനിക്കുന്ന നോക്കാം. സുഖേട്ട, കടക്കാർക്ക് കൊടുക്കാൻ സുഖേട്ടന്റെ കയ്യിൽ പണമുണ്ടോ? എന്റെ കാര്യങ്ങളൊക്കെ തനിക്കറിയില്ലേ? ബാധ്യതകൾ തീർക്കാനാ ഞാൻ പെടുപടിയിൽ നിന്ന് നിന്നെ വിവാഹം കഴിച്ചത് പോലും. കടക്കാർക്ക് ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്? എന്താ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞാൽ തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഇത് സുഖേട്ടൻ എന്റെ അച്ഛൻ തന്നതാ. പണയം വെച്ചിട്ട് വീട്ടാമത്തോളം കടം വീട്ടിക്കോളൂ. ഒരു 2 ലക്ഷം രൂപ കിട്ടാതിരിക്കില്ല. തന്റെ അച്ഛനറിയാതെ? അതിനെന്താ, അച്ഛനൊന്നും പറയില്ല. പണയം എപ്പോഴായാലും എടുക്കാലോ. നമുക്കിപ്പോ അഭിമാനമല്ലേ സുഖേട്ട വലുത്. തിരുവോണത്തിനന്ന് ആൾക്കാർ വന്ന് ബഹളം വെച്ച അതെന്തൊരു നാണക്കേട. അതുകൊണ്ട് സുഖേട്ടനിപ്പോ ബാങ്കിലേക്ക് ചെല്ല്. ഇത് പണയത്തിലാവുമ്പോ സ്വർണം വീട്ടിലുണ്ടെന്നുള്ള ഭയവും വേണ്ടല്ലോ. ആലോചിച്ചിരിക്കാതെ ചെല്ലു സുഖേട്ട.